തകതത്തതാത എന്ന് പറയുന്നത് കണ്ണേ മടങ്ങുക കരിഞ്ഞു അലിഞ്ഞു ആശു മണ്ണാകും ഈ മലർ വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടിലാർക്കും ഇത് തൻഗതി സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴുകിനാവു കഷ്ടം എന്ന് പറയുന്ന വീണപൂവ് എന്ന കുമാരനാശാൻ്റെ കവിതയിലെ പിന്നെ വസന്തത്തില ആദ്യമായിട്ട് മലയാള സിനിമയിലൂടെ കടന്നു വരുന്ന ഇന്ന് ചൈന ഭാഷയിലും ജർമ്മൻ ഭാഷയിലും ഒക്കെ സംഗീതം സൃഷ്ടിക്കാൻ കഴിയുന്നവനായി മാറിയ AR റഹ്മാൻ്റെ കന്നി ചിത്രമായ യോദ്ധ എന്ന മലയാള ചിത്രത്തിന് വേണ്ടി എഴുതിയപ്പോൾ ട്യൂണിട്ട് തന്നാൽ എഴുതാൻ കഴിയുമോ എന്ന് സംശയമായിരുന്ന ആ സമയത്ത് ദിലീപ് എന്ന് വെച്ചാൽ നമ്മുടെ AR റഹ്മാൻ ഇട്ട ട്യൂണിന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് പാട്ടെഴുതി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ സിറ്റുവേഷൻ വെച്ചാൽ രണ്ട് കൂട്ടുകാരല്ല ബന്ധുക്കൾ. ആ ബന്ധുക്കളെ എപ്പോൾ നോക്കിയാലും ഷണ്ട. എന്നാൽ സ്നേഹമാണോ? അതുമാണ്. അങ്ങനെയുള്ളവർ ഒന്നിച്ചു കൂടി ഒരു ക്ഷേത്രത്തിൻ്റെ നടയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരത്തിന് കൈകോർക്കുന്ന ഇതാണ് സിറ്റുവേഷൻ. അതിപ്പം സാധാരണ അതുവരെ ഇല്ലാത്തതുപോലത്തെ അത്ര നീളത്തിലാണ് അതിൻ്റെ പല്ലവി. വടകാളി ചണ്ടി ചങ്കരി പോർക്കലി മാർഗിനി ഭഗവതി അടിയനിൽ അലിവോട് നിത്തിരി കനിയണമേ. പക്ഷെ അതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ടായി. വടകാളി എന്ന് വെച്ചാൽ പടയിൽ ഭദ്രകാളിയായിട്ട് നിൽക്കുന്നു. അതാണ് ശരിക്കും ദേവിയുടെ വിഗ്രഹമാണത്. വടകാളി. ചണ്ഡി എന്ന് പറയുന്നത് ശിവൻ്റെ മകൾ. ചണ്ഡി ഒറിജിനലാണ്. ശങ്കരി എന്ന് വെച്ചാൽ പാർവതി തന്നെ. ചണ്ഡി ചങ്കരി. പോർക്കലി പോരിൽ കലി തുള്ളുന്നവൾ. പോർക്കലി. മാർഗനി എന്ന് വെച്ചാൽ മാർഗനിർദ്ദേശം തരുന്നവൾ. ഇതൊക്കെ അതിനകത്തുള്ളതാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഗാനമേളയ്ക്ക് എന്തോ കേട്ടത് പടകാലി ചണ്ടി ചങ്കിരി പോക്കിരി മാക്കറിന്ന്. പക്ഷേ അത് എന്താണെന്ന് എനിക്കും അറിയില്ല, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും പാട്ട് ഹിറ്റ് അല്ലേ. അതിനകത്ത് മണിച്ചിത്രസായില്ലേ പഴന്തമിഴ് പാട്ട് എഴുതി. എനിക്ക് ഇങ്ങനൊരു പാട്ട് എഴുതാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു അത്ഭുതമാണ്. കാരണം ഒന്നാമത് അതൊരു ജീവിച്ചിരിക്കാത്ത മരിച്ചുപോയ ഒരു പ്രേതത്തിൻ്റെ ദുരാത്മാവിൻ്റെ ഈ ആവിർഭാവം, തിരിച്ചുള്ള വരവ്. ഇത് പിന്നെ ആ കഥ മുഴുവൻ ഈ പാട്ടിനകത്ത് കൊണ്ടുവരണം. ഇത് പാടുന്നത് അതിനെ തളയ്ക്കാൻ വന്ന ഒരു ശാസ്ത്രജ്ഞനും. അതാണ് രസം. ഇത് രണ്ടും കൂടെ. പിന്നെ വേറൊരാളുടെ കെയർ ഓഫിലാണ് ഈ പിന്നെ ഇത് കിടക്കുന്നതെന്നുള്ള തോന്നൽ. കാരണം അവളിലാണ് ഇത് ആരോപിച്ചിട്ടുള്ളത്. നിരപരാധിയായ ഒരു സ്ത്രീയുടെ മനസ്സിനകത്താണ് ഈ കുറ്റം ആരോപിച്ചിരിക്കുന്നത്. അവർ അന്തം വിടുകയാണ്. ഇത് മൂന്നും കൂടെ ഒരു പാട്ടിനകത്ത് ഒതുക്കാൻ ഒരു ഗാനരചയിതാവ് എന്തുമാത്രം പാടുപെടണം. ശരിക്കും പാടുപെട്ടു. തമിഴ് പാട്ട് എന്ന് പറയുമ്പോൾ പഴന്തമിഴ് ആ പഴയ കാലത്തെ പ്രതാപങ്ങൾ മുഴുവൻ അതിനകത്ത് വരും. പക്ഷേ ഇത്തവണത്തെ ഈ സമയത്തുള്ള ഈ പിന്നെ പുതിയ യുഗത്തിലെ അതും അതിനകത്ത് വരണം. അതും വന്നിട്ടുണ്ട്. എന്തിനാ പറയുന്നത്, അതൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു. എന്നിട്ട് അതിൻ്റേതായ രീതിയിൽ തന്നെ ട്യൂൺ ചെയ്യാൻ രാധാകൃഷ്ണൻ സാധിച്ചു എന്നൊക്കെ പറയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് മുഴുവൻ. പക്ഷെ അതിനൊക്കെ സാധിച്ചു. പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങ. പഴയ തമ്പുരു, അതാണ് ആ പ്രേതം. കാരണം ഈ അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പിന്നെ മറുപടി ഉണ്ടായിരുന്നു. ഈ മണിച്ചിത്ര താഴിനകത്ത് എങ്ങനെയാണ് മൈന മയങ്ങുന്നതെന്ന്. മൈന മയങ്ങില്ല. പക്ഷേ മണിച്ചിത്ര താഴിനുള്ളിൽ നിലവറ മൈന മയങ്ങിയെന്നാണ് ഞാൻ എഴുതിയത്. മൈന മയങ്ങിയെന്ന് എഴുതിയിട്ടില്ല. നിലവറ എന്ന് പറയുന്നത് ആണ്ടിലൊരിക്കൽ മാത്രം തുറക്കാവുന്ന, കലവറയല്ല നിലവറ ആണ്ടിലൊരിക്കൽ മാത്രം തുറക്കാവുന്ന വലിയ വലിയ പാത്രങ്ങളൊക്കെ അതിനകത്തിട്ട് അടച്ചു മൂടി വച്ചിരിക്കുന്ന പഴയ കാലത്തെ വലിയ പിന്നെ എന്താ പറയുക, വലിയവരുടെ ഭവനങ്ങളിലെ പിന്നെ മണ്ണിനടിയിലുള്ള മുറികളാണ്. അത് ആണ്ടിലൊരിക്കലേ തുറക്കത്തുള്ളൂ. പക്ഷേ അതിനകത്തകപ്പെട്ടു പോയ ഒരു മൈന എന്ന് പറഞ്ഞാൽ അത് നിലവറ മൈന എന്ന് തന്നെ പറയാം. ആ മൈന പിന്നെ ജീവനോടെ കാണത്തില്ല. ആ മൈനയുടെയും ആയുസ്സായിരിക്കും. അല്ലെ, അങ്ങനെയാണല്ലോ ഇതിനകത്ത് ഉള്ളത്. പിന്നെ പ്രേതം വരുന്നു എന്നാണല്ലോ. ആ പ്രേതാത്മാവ് മണിച്ചിത്ര താഴിനകത്തല്ല, എവിടെ വേണോ കയറി മയങ്ങാം. അതിന് ഒരു ഇന്നടുത്തേ പോകാവൂ എന്ന് ഒരു പ്രേതത്തിനെയും നമുക്ക് നിയന്ത്രിക്കാനൊന്നും നോക്കില്ല. തമിഴും മലയാളവും കൂടെ ചേർന്നു സത്യം പറയുകയാണ്. ആ തമിഴിലെ ആദ്യത്തെ ഒരു ലൈൻ എഴുതിയത് ഞാനാണ്.
അത് കാരണം ട്യൂണിനനുസരിച്ച് എന്തെങ്കിലും എഴുതണമെന്ന് വെച്ചാൽ മാത്രം ഒരു മുറി വന്ന് പാർത്തായ എന്ന് ഞാൻ ഒരു ലൈൻ എഴുതിയുള്ളൂ. പക്ഷേ ബാലി ഇതെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു അവരെഴുതുന്നത് കറക്റ്റ് പാക്കട്ടെന്ന് കേട്ട് കഴിഞ്ഞിട്ട് ഒരൊറ്റ മാറ്റേ മാറ്റിയുള്ളൂ, പാർത്തായ എന്നുള്ളതൊക്കെ കറക്റ്റ്. രണ്ടാമത് പാടുമ്പോൾ ഒരു മുറി വന്ന് പാരായു എന്ന് മാത്രമേ ചോദിച്ചു, അത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അങ്ങേര് തന്നെ എഴുതി. അതിനകത്ത് എൻ്റെ മലയാളം വെർഷൻ ഞാൻ എഴുതി. ഇതൊക്കെ എനിക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. കാരണം തമിഴിൽ എന്നേക്കാൾ പ്രായം ചെന്ന, എന്നേക്കാൾ അറിയപ്പെടുന്ന ഒരു വലിയ കവി, അറിയപ്പെടുന്ന കവി, കണ്ണദാസിന് ശേഷമുള്ള ഏറ്റവും വലിയ കവികളിൽ 2-3 കവികൾ ഒരാൾ എന്നോട് എൻ്റെ ഗാനത്തിൻ്റെ പദങ്ങൾ മാറ്റാതെ അത് തന്നെ വെച്ചുകൊണ്ട് അതിന് പുറകെ മറ്റ് പദങ്ങൾ ചേർത്ത് അതിന് പാട്ടൊരുക്കി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പിന്നെ എനിക്ക് എന്തായാലും ക്രെഡിറ്റ് തന്നെ ഇനിയുള്ളത്. സീമയെയും രാമചന്ദ്രനെയും എന്നെയും ഊമുക്കിയെയും എല്ലാം മുകളിലേക്ക് കൊണ്ടുവന്ന, പല തരത്തിൽ പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്ന ഒരു ചിത്രമാണ് അവളുടെ രാവുകൾ. അവളുടെ രാവുകളിലെ രാഖേന്ദു കിരണങ്ങൾ എന്ന് പറയുന്ന ആ ഗാനം തന്നെ ഹിന്ദി ഗാനത്തിൻ്റെ ട്യൂണിനനുസരിച്ച് എഴുതിയതാണ്. പക്ഷേ തന്ത്രപൂർവം ആ ട്യൂണിൽ നിന്ന് 1-2 സ്വരങ്ങൾ കൂട്ടി എഴുതിയത് കാരണം രാമചന്ദ്രൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു കേസുണ്ടായിരുന്നു, കേസിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ടും രാമചന്ദ്രൻ ഉമ്മുക്കയെ മാറ്റിയില്ല എന്നുള്ളതാണ് കേട്ടോ. ഉമ്മുക്കാന്ന് പിന്നെ ദുബായിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോൾ പുള്ളി പോലും അറിയാതെയാണ് സ്റ്റുഡിയോയിൽ വരുന്നത്. ഇത് അവിടെ ആരുടെ റെക്കോർഡിങ് നടക്കുന്നത്? നിങ്ങളുടെ തന്നെ. എൻ്റെ നല്ല രസമായിരുന്നത്. നിങ്ങളുടെ പടം തന്നെയാണ്. ഞാൻ ട്യൂൺ ചെയ്തില്ലല്ലേ? ട്യൂൺ ചെയ്ത് കേട്ടോളാം പറയും. അങ്ങനെയാണ് ഈ പാട്ട് കേൾക്കുന്നത്. പക്ഷേ അതും അവന് സമ്മതിച്ചു കൊടുത്തു. ഓക്കെ, ആരും സമ്മതിക്കില്ലെന്നും ഞാൻ അങ്ങനെ സമ്മതിച്ചു കൊടുത്തു. ഓക്കെ, അതാണ് താല്പര്യമൊക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അത് അപ്പോൾ പിന്നെ പാട്ട് തൊട്ട് ചാക്കേന്തു കിരണങ്ങൾ ഒളി വീശിയില്ല, രജനീ കദംബങ്ങൾ മിഴിച്ചിമ്മിയില്ല, മദനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി മിഴിയും മനവും മരുഭൂമിയായി നിദ്രാവിഹീനങ്ങളല്ലോ. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് കേട്ടിട്ട് പ്രശസ്തനായ വേറൊരു കവി എന്നോട് ചോദിച്ചു, എന്നോട് ഒരു പത്രത്തിൽ കൂടെ ചോദിച്ചു, പിന്നെ ഇത് എങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റും? കാരണം ഒരു വേശ്യയ്ക്ക് ഈ രീതിയിൽ എങ്ങനെ പാടാൻ പറ്റുന്നു? ചാക്കേന്തു കിരണങ്ങൾ നാടൻ ഈ പിന്നെ ഒരു അക്ഷരാഭ്യാസവും ഇല്ലാത്ത സീമയുടെ റോളതാണല്ലോ. അത് അവർക്ക് എങ്ങനെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ വാതുറന്ന് പാടാൻ പറ്റുന്നു? അവിടെയാണ് ശശിയെ ഞാൻ സമ്മതിക്കുന്നത്. കാരണം ഇത് സർവാഭരണ വിഭൂഷിതയായിട്ട് സകല ആഭരണങ്ങളൊക്കെ എടുത്തണിഞ്ഞ് തെരുവിലെ വേശ്യ അണിഞ്ഞ് ആ ഡാൻസ് ചെയ്യുന്ന രീതിയിലാണ് ശശി പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ആ കൊച്ചിനെയും വെച്ചുകൊണ്ട് അടുത്ത് കിടന്നുറങ്ങുന്ന ആ രൂപം കാണിക്കുന്നു. ആ രൂപം നേരെ കാണിക്കുന്ന മുഴുവൻ ഇതാണ്. ഇത് എഴുതുന്ന ഗാനരചയിതാവ്, ഇത് എനിക്ക് തിരിച്ചിങ്ങോട്ട് പറഞ്ഞ ആ ഗാനരചയിതാവ് പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത് ലിപ്പ് അനക്കുന്നേ ഇല്ല. ഈ ഒറിജിനൽ അവളുടെ മനസ്സ് പാടുന്നു എങ്കിൽ അതിൻ്റെ കാരണം അവളുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സ് പാടുന്നത് തന്നെയാണ് ഞാൻ ഈ പിന്നെ പാട്ടിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ലിപ്പ് അനക്കുന്നതായിട്ട് ഒരിടത്ത് പോലും ശശി പിക്ചറൈസ് ചെയ്തിട്ടില്ല. അത് ശശി എന്ന് പറയുന്ന സംവിധായകൻ്റെ വല്ലാത്തൊരു കഴിവ് തന്നെയാണത്. അത് ശശിക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിപ്പ് അനക്കി പാടിക്കാം, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അത് എനിക്കും നന്നായി. കാരണം അത് ഇങ്ങനെയൊന്നും വരില്ല. മനസ്സുകൊണ്ട് ആർക്ക് എവിടെ പോയിക്കൂടാ? എനിക്ക് വേണമെങ്കിൽ നാളെ സ്വർഗരാജ്യത്തിൽ എവിടെ വേണോ പോവാം. മനസ്സുകൊണ്ട് എവിടെ പോയിക്കൂടാ? ഇന്നിപ്പോൾ പോകണോ? ചന്ദ്രലോകത്തിൽ പോകണോ? വേറെ എവിടെ വേണം? പിന്നെ ചൊവ്വയിൽ പോകണോ? എവിടെ വേണോ എനിക്ക് പോവാം. അതിനാരുടെയും ശുപാർശയൊന്നും വേണ്ട, പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, ഒന്നും വേണ്ട, സുഖമായിട്ട് പോവാം. പക്ഷേ മനസ്സുകൊണ്ടാണ് അവിടെ പോയത് എന്നുള്ളത് വരുത്താൻ അതിനൊരു സംവിധായകനെ പറ്റൂ. ആ സംവിധായകൻ അത് നനച്ചു, അത് കറക്റ്റായിട്ട് ചെയ്തു. അതുകൊണ്ട് ഇങ്ങോട്ട് ചോദിക്കുന്ന എനിക്കിപ്പോൾ ഈ രീതിയിൽ അങ്ങോട്ട് മറുപടി പറയാൻ പറ്റുന്നു. അത് സീമ എന്ന നടിയുടെ കഥാപാത്രത്തിൻ്റെ മനസ്സാണ് പാടിയത് മുഴുവൻ. ആഗ്രഹം, മനസ്സ് ഏണിപ്പടി പോലെയാണ്. ഏണിപ്പടി എന്നൊന്നുമല്ല, അതിനേക്കാളുണ്ട്. എവിടെ വേണോ ആഗ്രഹം ചെന്നെത്താം എന്ന വലിയ ഈ
പറഞ്ഞയാളും ഒരു കവിയാണ്. ആ കവിയുടെ മനസ്സെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ആ കവി അതിമനോഹരമായ കവിതകൾ എഴുതുന്ന ആ കവിക്ക് ഇതെങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും എന്ന കുഴപ്പങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഒരിടത്ത് വന്ന് ഞാൻ വളരെ സൂക്ഷിക്കും അതിന് ശേഷം. അത് കേൾക്കുന്നത് ഗാനമേളയിൽ നിന്നാണ്. ഈ ഗാനമേള കേൾക്കുമ്പോഴുണ്ട് കേട്ടോ അതിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടോ, മാറിപ്പോകുന്നു, പിന്നെ മാറും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതൊക്കെ വന്ന് സാധിച്ചിട്ടുണ്ട്, വന്നിട്ടുമുണ്ട്. ഈ ഇന്ത്യയിൽ ഉള്ള സംഗീത സംവിധായകരിൽ ഈ മെലഡീസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അഗ്രഗണ്യനായിരുന്നു നൗഷാദ്ജി. പോയി. പിന്നെ ഇപ്പോൾ ഇളയരാജ തമിഴിലെ ഇളയരാജ, പിന്നെ മലയാളത്തിലെ ദേവരായ മാഷ്, ദേവരായ മാഷുമായിട്ട് ഒരുപാട് 8-9 പടങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ചെയ്ത പാട്ടുകളെല്ലാം ഹിറ്റുമാണ്. ദേവരായ മാഷ് ഒരു കുഴപ്പമുള്ളത്, ദേവരായ മാഷ് പാട്ട് ട്യൂൺ ഇട്ടിങ്ങോട്ട് തരത്തൊന്നുമില്ല. അത് എഴുതിക്കോ ഞാൻ ചെയ്തോളാം എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഈ എഴുതിക്കോ എന്നുള്ളതിനനുസരിച്ചായിരിക്കുമല്ലോ നമ്മൾ പാട്ട് എഴുതുന്നത്. അപ്പോൾ ഇതായി ഈ മനോഹര തീരം എന്ന ചിത്രത്തിന് വേണ്ടി പാട്ടെഴുതി. പാറപ്പുറമൊക്കെ ഉണ്ട്. പാട്ടെഴുതി കഴിഞ്ഞിട്ട് യാമശംഖുലി വാനിലുയർന്നു സോമശേഖര ബിംബമുണർന്നു നെറുകയിൽ തൊഴുകൈ താഴികക്കുടമേന്തി ദേവാലയം പോലും ധ്യാനിച്ചു നിന്നു. ഈ പാട്ടാണ്. ഇത് എഴുതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് വിളി വന്നു. ഈ ആദ്യത്തെ അക്ഷരം ഒന്ന് മാറ്റിത്തേ, യാ നാ എന്നൊന്നും വേണ്ട. വളരെ പാടുപെട്ടാണ് യാമശംഖുലി എന്നുള്ള വാക്ക് ഞാൻ കണ്ടുപിടിച്ചെടുത്തുകൊണ്ട് വന്നതും. അത് കറക്റ്റാണ്. യാമശംഖുലി എന്ന് പറഞ്ഞാൽ അതിരാവിലെ ഏറ്റവും ഏർലി ഇൻ ദ മോർണിംഗ്. അത് കേൾക്കുമ്പോഴാണല്ലോ ഏത് വിഗ്രഹവും ഉണരുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അതിനകത്ത് യാ മാറ്റിയാൽ പിന്നെ വേറെ എന്തൊന്നും ഉണ്ട് അതിനകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഫുള്ള് മാറ്റിത്തരാം, അല്ലാതെ ഒരക്ഷരമായിട്ട് മാറ്റുന്നത് ശരിയാവില്ല. ഞാൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞു അത് തന്നെ ചെയ്തേ പറ്റൂ. പക്ഷേ മനസ്സില്ല, മനസ്സിലൂടെ ആ മനുഷ്യൻ അത് ചെയ്തു എന്ന് പറഞ്ഞു. ചെയ്തു. ഞാൻ ആദ്യമായിട്ട് മദ്രാസ് ചെന്ന സമയത്ത് എനിക്ക് ഉണ്ടായ 1-2 അനുഭവങ്ങളിലൊന്നാണ് ഈ ഞാൻ ഏറ്റുമാനൂർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊഡക്ഷൻ സെൻറ്ററിൽ ലെയ്ത്ത് ഓപ്പറേഷൻ പഠിച്ചിരുന്നു. ആ ലെയ്ത്ത് ഓപ്പറേഷൻ കൊണ്ടാണ് പിന്നെ കാലത്തൂടെ ജോലി കിട്ടുന്നത്. അല്ലാതെ ഗ്രാജുവേഷൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അവിടെ പിന്നെ ലെയ്ത്ത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പാല് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാനവിടെ പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു അച്ഛനെന്ന് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ പണിഞ്ഞിട്ടിരുന്ന പല ഇതിനു വേണ്ടി പണിഞ്ഞിട്ടിരുന്ന ഒരു കെട്ടിടത്തിനകത്തായിരുന്നു എനിക്ക് താമസിച്ചത്. അപ്പോൾ അവിടെ രാവിലെ ആകുമ്പോൾ പാൽ കൊണ്ടുവരും. സാർ പാൽ എന്ന് പറഞ്ഞു ഒരു ഇത്തിരി ഉള്ളൂ. ഭയങ്കര കുസൃതി അങ്ങനെ. പക്ഷേ ഇതിനകത്ത് ഞാൻ ഉറക്കമൊഴിച്ചില്ലെങ്കിൽ ഈർക്കലൊക്കെ എടുത്ത് കിട്ടി എങ്ങനെയെങ്കിലും ഉണർത്തിക്കളി. രാത്രി 12-1 മണിയൊക്കെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഞാൻ വരുന്നത്. അവിടെ നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വരുമ്പോൾ രാവിലെ 4 മണിക്ക് മുമ്പ് വന്നു കഴിഞ്ഞിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്കും 6 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും വന്ന് നിങ്ങൾ വിളിച്ചുമ്പോൾ വേഷം തോന്നും. എങ്കിലും പിന്നെ പാലെന്ന് വെച്ചിട്ട് പോവുകയും ചെയ്യും ഓടിക്കളി. അപ്പോൾ ഒരു 6 വയസ്സ് 7 വയസ്സ് അത്രേ ഉള്ളൂ. പക്ഷേ 1972 ഞാൻ മദ്രാസിലെത്തി. അപ്പോൾ എത്ര വർഷം? 64, 10, 8 വർഷത്തിന് ശേഷം മദ്രാസിലെത്തി. അവിടെ വെച്ച് ഇപ്പോൾ അമേരിക്കയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഒരു പടം എടുക്കണം എന്നൊക്കെയുള്ള മോഹത്തോടെ വന്നു. കുറച്ച് പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വേണം. തിരഞ്ഞെടുപ്പ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ തിരഞ്ഞെടുക്കാനായിട്ടൊക്കെ വന്നു. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരല്പം മാനിറമുള്ള ഒരു കുട്ടിയാണ് ആവശ്യം. സുന്ദരിയായിരിക്കും. അപ്പോൾ ഈ ഒരു കുട്ടി ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് കൊള്ളാമല്ലേ, കുട്ടി നന്നായിരിക്കും തോന്നുന്നു. പക്ഷേ ഈ പേര് കേട്ട ഉടനെ ആ കൊച്ചെൻ്റെ മുഖത്തേക്ക് നോക്കും പൊട്ടിയൊരു കരച്ചിൽ. ഞാൻ വരണ്ടുപോയി, സത്യത്തിൽ വരണ്ടുപോയി. എനിക്ക് അറിഞ്ഞിട്ടില്ല, ഈ കുട്ടിയെ കണ്ടിട്ടില്ല. സാർ ബിച്ചു തിരുമലയാണല്ലേ? അതെ. സാറിന് എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു അറിയില്ല. ഞാൻ സെലീനയാണ് സാർ. സാറിന് പണ്ട് അവിടെ വെച്ച് പാല് തന്നുകൊണ്ടിരുന്ന സെലീന. എനിക്ക് പെട്ടെന്ന് 8 വർഷത്തിന് പുറകിലേക്ക് അങ്ങ് പോയി. അത്ര ഉണ്ടായിരുന്ന ഈ ഇത്തിരി ഉള്ളൊരു കുട്ടി ഇങ്ങനെ പ്രായം വരുമെന്ന് അറിയത്തില്ല. ഞാൻ ചീത്തയായിപ്പോയി സാർ. ഭയങ്കര കരച്ചിൽ. അന്നോടുകൂടി പിന്നെ പടവും വേണ്ടെന്ന് വെച്ചാൽ എല്ലാം വേണ്ട ചാത്തോടെ കെട്ടി. പക്ഷേ അന്ന് വീട്ടിൽ ചെന്നിരുന്ന് എഴുതിയ പാട്ട് പിൽക്കാലത്ത് 1-2 തിരുത്തുകളൊക്കെ തിരുത്തി. പക്ഷെ അതാണ്
പ്രണയസരോവരതീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയം അണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാരം മണ്ഡലത്തിൽ പടർന്നു. അവളൊരു മോഹിനിയായിരുന്നു, അലസമദാലസയായിരുന്നു. അളകങ്ങളിൽ പുളകങ്ങളിൽ പൂകൾ പൂത്തിരുന്നു. രാഗമായി ആത്മദാഹമായി ഓർമ്മയിൽ അവളിന്നും ജീവിക്കുന്നു. അത് പിൽക്കാലത്ത് വളരെയധികം പ്രശസ്തമായി. എങ്കിലും അതിനകത്ത് കുറച്ച് കള്ളത്തരമുണ്ട്. കാരണം അന്ന് ഞാൻ അവളെ സ്നേഹിച്ചെന്ന് വെച്ചാൽ കാമുകിയായിട്ടൊന്നും മറ്റൊന്നുമില്ല, കൊച്ചി 7 വയസ്സായി. പക്ഷെ പിൽക്കാലത്ത് പടത്തിലേക്ക് വേണ്ടി അതിനെ കാമുകിയാക്കി മാറ്റി. അത് ദേവരാജ മാഷ് ട്യൂൺ ചെയ്തതിൽ ഒരുപാട് എൻ്റെ പാട്ടുകളെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. മനുഷ്യൻ കേട്ടാൽ കേട്ടാൽ ഒരുപാട് നിന്നു പോകുന്നെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഒരാളല്ല, പലരും. ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമേ മലയാള സിനിമയെ മുമ്പോട്ട് കൊണ്ടുവരാൻ ഒക്കുകയുള്ളൂ. മലയാള സിനിമ എന്നല്ല, ഇന്ത്യൻ സിനിമയെ കൊണ്ടുവരാൻ ഒക്കുകയുള്ളൂ. അതിനകത്ത് KS ഗോപാലൻ തൊട്ട് അടൂർ ഗോപാലകൃഷ്ണൻ 2 ഗോപാലകൃഷ്ണന്മാർ മലയാള സിനിമയ്ക്ക് സംവിധായകരായിട്ടുണ്ട്. ഒരാൾ സ്വന്തം നാട്ടിൽ മലയാള സിനിമയെ പ്രൊഡ്യൂസർക്ക് വേണ്ടി, പ്രൊഡ്യൂസറുടെ നിലനിൽപ്പിന് വേണ്ടി തന്നെ പടം എടുത്തുകൊണ്ടിരിക്കുക, അത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഇന്ത്യയുടെ മലയാളത്തിൻ്റെയും കേരളത്തിൻ്റെയും എന്താണ് കേരളം എന്നുള്ളത് മിണ്ടാതെ പറയാതെ അതും കൂടെ പറയാം. ശരിക്കും പാട്ടോ ഒന്നും വേണ്ട, പാട്ടൊന്നും ഇല്ലാത്ത കേരളം, ഒറിജിനൽ കേരളം എന്താണെന്ന് വെളിനാടുകളിൽ അറിയിക്കാൻ വേറൊരു ഗോപാലകൃഷ്ണൻ. ഇത് രണ്ടും മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. ഇതിനകത്ത് ഏതാണ് മഹത്വം ഏതാണ് വേണ്ടാത്തെന്ന് ഞാൻ പറയില്ല, നോക്കൂല. കാരണം തറയിൽ കൂടെ നടന്നാലേ ഹിമാലയത്തിൽ കയറാൻ പറ്റുള്ളൂ. അല്ല, ഹിമാലയമാണ് ഗംഭീരം, അല്ല തറയിൽ ഒന്നും പ്രശ്നമില്ല എന്ന് പറയാൻ ഒക്കില്ല, സാധിക്കില്ല. രണ്ടും വേണം, അതുണ്ടാവട്ടെ. അതുകൊണ്ട് മലയാള സിനിമയുടെ അത് പ്രത്യേകിച്ചും ഭാരതത്തിൻ്റെ സിനിമ ഉത്തരോത്തരം എന്ന് മാത്രം പറയുന്നു, വേറൊന്നും ഞാനിപ്പോൾ പറയാം. അന്ധരും ബധിരരും മൂകരും ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു പാട്ട് പാടാനായിട്ട് ഒരു ഗായകൻ വന്ന് പാടുന്നു, അന്ധഗായകൻ. പക്ഷേ ആ അന്ധഗായകൻ ജനിച്ചപ്പോഴേ അന്ധനല്ല, അവൻ കുറച്ചൊക്കെ ലോകം കണ്ടു, പക്ഷെ പെട്ടെന്ന് അന്ധത ബാധിച്ചു, അന്ധനാകുകയാണ്. എന്നിട്ട് അവൻ പാടുന്ന ആ പാട്ടിനകത്ത് ഞാൻ കണ്ട ഒരുപാട് കാര്യങ്ങൾ, അന്ധതയുടെയും ബധിരതയുടെയും മൂകതയുടെയൊക്കെ പിന്നിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് സത്യങ്ങൾ ഞാൻ ആ പാട്ടിൽ നിരത്തിയിട്ടുണ്ട്. പാടുന്ന പാട്ട് ഇതാണ്: എവിടെയോ കളഞ്ഞുപോയ കൗമാരം ഇന്നെൻ്റെ ഓർമ്മയിൽ തിരയുന്നു, ഇന്നെൻ്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു. ഇലഞ്ഞികൾ പൂക്കുന്ന ഗ്രാമത്തിലോ നിഴലിന്മേൽ നിഴൽ വീഴും നഗരത്തിലോ, വിഞ്ഞകൾ പൂക്കുന്ന ഗ്രാമത്തിലോ നിഴലിന്മേൽ നിഴൽ വീഴും നഗരത്തിലോ, എവിടെയോ ഗ്രാമത്തിൽ ഇലഞ്ഞു പൂക്കുന്ന ഗ്രാമത്തിലായാലും ശരി, ഓരോ കെട്ടിടത്തിൻ്റെയും മുകളിൽ കൂടെ വേറൊരു കെട്ടിടത്തിൻ്റെ നിഴൽ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടിട്ടുള്ളതെന്ന് പലപ്പോഴും മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാം ഒരു കൊച്ചു കെട്ടിടത്തിൻ്റെ പുറത്തൂടെ ഒരു വലിയ കെട്ടിടത്തിൻ്റെ നിഴൽ, അതിൻ്റെ പുറത്തൂടെ വലിയ മരത്തിൻ്റെ നിഴൽ, ഇതൊക്കെ കാണുന്ന ഈ എന്താ പറയുക നമ്മുടെ സിറ്റി, ആ സിറ്റിയിൽ എവിടെയാണ് എൻ്റെ കൗമാരം എനിക്ക് നഷ്ടപ്പെട്ടത് എന്നെനിക്കറിയില്ല, നഷ്ടപ്പെട്ടു പോയി. അത് കാഴ്ചയിൽ നിന്ന് മാത്രം മനസ്സിലിപ്പോഴും ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആ കൗമാരത്തിൻ്റെ തിളക്കം, അതൊന്ന്. പിന്നെ ഒരുപാട് പാട്ടുകൾ എഴുതാൻ എനിക്ക് പ്രചോദനം തന്നിട്ടുള്ളതിൽ കൂടുതലും
പിന്നെ ഹിറ്റുമാണ്. അതാണ് രസം. എങ്ങനെ ഹിറ്റായെന്നൊക്കെ ചോദിച്ചാൽ അതെങ്ങനെയോ ഹിറ്റാണ്. അതിനോട് ഇണങ്ങിച്ചേർന്ന പിന്നെ സംഗീതമൊക്കെ കൂടെ ഒന്നിച്ചപ്പോൾ അല്ലാതെ പിന്നെ ആലാപനം എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ അതറിയാതെ തന്നെ ഹിറ്റായി പോകും. അക്കൂട്ടത്തിൽ പിന്നെ എടുത്തു പറയാവുന്ന വേറൊരു പാട്ടാണ് ഇതിനകത്ത് തന്നെ ബാലേന്ദ്രൻ്റെ ഒരു പടത്തിൽ പിന്നെ രവീന്ദ്രൻ്റെ സംഗീതത്തിൽ, രവീന്ദ്രൻ്റെ ഒട്ടുമിക്ക സംഗീതത്തിലുള്ള പാട്ടുകളും ഹിറ്റുകളാണ്. അതിലൊന്നാണ് ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. അത് വെച്ചാൽ 7 സ്വരങ്ങളും തഴുകി വരുന്ന ആ ഗാനം പിൽക്കാലത്ത് അത് കഴിഞ്ഞതിന് ശേഷം വാലി തമിഴിൽ അതിന് വേണ്ടി പാട്ട് എഴുതിയപ്പോൾ അതിൽ നിന്ന് ഒരു അക്ഷരം പോലും മാറ്റിയില്ല എന്നുള്ളതാണ്. അത് വാലി എന്ന് വെച്ചാൽ മഹാകവിയാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇതിനകത്തൊന്നും മാറ്റണമൊന്നുമില്ല, അങ്ങനെ തന്നെ എഴുതി. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആ പാട്ടൊന്നും. ഇത് ഏഴിസൈ ഗീതമേ, അങ്ങനെ ഒരു പാട്ട്. 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. അങ്ങനെയാണ് നീ മറന്നു പോയത്. ഹിന്ദുജൻ എങ്കിലും ഹിന്ദു അല്ല, മുസൽമാനായി പിറന്ന ഞാൻ മുസ്ലിമല്ല, സത്യക്രൈസ്തവനായി ജന്മമേറ്റെടുത്തെങ്കിലും ക്രിസ്ത്യാനിയല്ല ഞാൻ, ഈ മണ്ണിനാത്മജൻ. എന്നയൽ പക്കങ്ങൾ ചുറ്റിനും എൻ ശ്വാസനാളത്തിലങ്ങോട്ടും ഇങ്ങോട്ടും എൻ ജീവവായു ഓടിക്കളിക്കും പോലെ എന്നിഷ്ട ചങ്ങാതിമാരായ നാനാമതസ്ഥരും തങ്ങളിൽ തന്നെ ഒളിച്ചും പിടിച്ചും കളിച്ചും കുളിച്ചും ചിരിച്ചും കരഞ്ഞും എന്നോർമ്മയ്ക്ക് നാമ്പ് മുളച്ച കാലം മുതൽ നിർമ്മല ബാല്യം നയിച്ചവനാണു ഞാൻ. അന്ന് എന്നോടൊപ്പം വളർന്നു വന്നെത്തിയൊരെൻ്റെ മിത്രങ്ങളെ ശത്രുക്കളാക്കുവാൻ എൻ്റെ വിശ്വാസങ്ങൾ അർപ്പിച്ച എൻ മതം പോലും എന്നോട് കൽപ്പിക്കിൽ ക്ഷമിക്കണേ. ഹിന്ദുജനെങ്കിലും ഹിന്ദുവല്ല, ഹൈന്ദവനായതും ക്രൈസ്തവനായതും ഇഞ്ഞു പിറന്നു മുഹമ്മദനായതും ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല, എൻ മതം ചോദിച്ചു വാങ്ങിച്ചുമില്ല. ഞാൻ അച്ഛനും ബാപ്പയും അപ്പനും കൽപ്പിച്ച നിശ്ചയം പുത്രൻ അനുസരിച്ചേയുള്ളൂ. എൻ്റെ ചേലാകർമ്മം, എൻ്റെ മാമോദീസ, എൻ ശിരോമുണ്ടനം, ഉപനയനമൊക്കെയും എന്തിനാണെന്നും എന്താണെന്നും എപ്പോഴോ എൻ്റെ മിത്രങ്ങളിൽ നിന്നാണ് അറിഞ്ഞതും. തോളോട് തോൾ ചേർന്നു ഞങ്ങളെല്ലാവരും സ്കൂളിൽ വച്ച് അങ്ങിഞ്ഞു പങ്കിട്ടതാണവ. ക്രിസ്തുവും കൃഷ്ണനും നബിയുമെല്ലാം എൻ്റെ അസ്ഥിയിൽ അന്നേ അലിഞ്ഞതാണങ്ങനെ. ബാപ്പ ഉദ്ഘോഷിച്ചത്, അച്ഛൻ പഠിപ്പിച്ചത്, അപ്പൻ ഉപദേശിച്ചതൊക്കെ എൻ വിശ്വാസ തത്വമായി ഏറ്റതാണ് എൻ്റെ മതമെങ്കിൽ അന്ന് അച്ഛനും ബാപ്പയും അപ്പനും ചൊല്ലി നീ നിന്നയൽക്കാരനെ നിന്നിലും സ്നേഹിക്കുക. ശാന്തി സമാധാന ഗേഹത്തിലേക്കിതാ അള്ളാ വിളിക്കുന്നു, നീ ചെന്നു കയറുക. സ്നേഹിക്കയുണ്ണീ നീ നിന്നെ എല്ലായ്പ്പോഴും ദ്രോഹിച്ചിടുന്ന ജനങ്ങളെ കൂടി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്നുള്ള ഗുരുവാക്ക് പലവട്ടം ഉരുവിട്ടുണർന്നു ഞാൻ. ഗുരുഭക്തിയോടെ ഏവം ഉരിയാടിടുന്നു. ഉലകിൽ നരനാണ് ഹരനല്ല, മതപോരിൽ ഞാൻ. പരമകാരുണികനാം അല്ലാഹുവും നിത്യപരിശുദ്ധനാകും പിതാവും പരബ്രഹ്മതത്വമാം വേദാന്തസാരവുമൊക്കെ ഞാൻ സത്യമായി കാണുന്നു. ഞാൻ വിശ്വമാനവൻ. ഇംഗ്ലീഷ് ഭാഷയിൽ മലയാള വൃത്തത്തിൽ ശരിക്കും പറഞ്ഞാൽ സംസ്കൃത വൃത്തം അതിനകത്ത് എഴുതിയിട്ടുള്ള അതാണ്. വൈ ബെഗ്ഗിങ് ഓ ശിവാറ്റൽ, എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. വൈ ബെഗ്ഗിങ് ഓ ശിവാറ്റൽ, എവരി ഹിയറർ ഈസ് വണ്ടറിങ് വൈ ദിസ് ആക്ഷൻ. ഇൻ സ്പൈറ്റ് ഓഫ് റിച്ച് കുബേരാസ് എവർ റെഡി മണി ആൻഡ് ഓണർഷിപ്പ് ഓഫ് ദ 3 worlds and having capable sons, reliable devil gang and the great father-in-law. Thy horoscope to think is very, very horrible. No one else has the same fate. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം
കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സൽ കൗസ്തുഭമിടകലരും ചാരുദോരന്തരാളം എന്ന അതേ വൃത്തത്തിൽ തന്നെയാണ് വൈ ബെഗിങ്ങോ ശിവാറ്റൽ എവരി ഹിയറർ ഇസ് വണ്ടറിങ് വൈ ദിസ് ആക്ഷൻ എന്ന് എഴുതാൻ ഒരു മലയാളിക്ക് കഴിയുമെങ്കിൽ വൃത്തത്തിനനുസരിച്ച് അല്ലെങ്കിൽ ട്യൂണിനനുസരിച്ച് പാട്ടെഴുതാൻ ബിച്ചു തിരുമലയ്ക്ക് കഴിഞ്ഞേ പറ്റൂ, കഴിയുക തന്നെ ചെയ്യും. എൻ്റെ വിലപ്പെട്ട അനുഭവ സമ്പത്ത് ഈ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നമ്മളിലേക്ക്, അതായത് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഈ വാക്കുകൾ തീർച്ചയായും പ്രയോജനപ്രദമാകും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നേരത്തെ സാറ് പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളും ഒന്നാകുന്ന, എല്ലാ മതങ്ങളുടെ സത്തയും ഒന്നാണെന്നറിയുന്ന ഒരു കാലം ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ, എന്ന പ്രാർത്ഥനയോടെ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നന്ദി.